മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളെ വരവേൽക്കാനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2 മാസത്തെ അവധി ആലസ്യമൊക്കെ കഴിഞ്ഞു. പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുന്നു. ഇനി സ്കൂളുകളിലേക്ക്. അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്ന് അറിവിൻ ഉത്സവഗാനം എന്നു തുടങ്ങുന്ന പ്രവേശന ഉത്സവഗാനത്തോടെയാണ് സംസ്ഥാന തലത്തിൽ കുരുന്നുകളെ ഇക്കുറി വരവേൽക്കുന്നത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനികൾ ഈ ഗാനത്തിന്റെ നൃത്തച്ചുവടുകളുടെ അവസാനവട്ട പരിശീലനത്തിലാണ്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങ് ഗംഭീരമാക്കാനുള്ള പ്രവർത്തനം സ്കൂളിൽ തകൃതിയാകുന്നു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം പഞ്ചായത്ത് തലങ്ങളിലും സമുചിതമായി തന്നെ പ്രവേശനോത്സവം ഒരുക്കുന്നുണ്ട്. കളിയും ചിരിയും അറിവും നുകരാനായി ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കുട്ടികളെത്തുന്നു. അവരെ വരവേൽക്കാൻ ഏറ്റവും നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് സർക്കാരും തീർത്തിരിക്കുന്നത്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരുമാനൂർ. സ്കൂളുകൾ പൂട്ടാനുള്ള ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി. ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യമായ പോലീസ് സംരക്ഷണം നൽകണമെന്നും കോടതി. വിവരങ്ങളുമായി പി താജുദ്ദീൻ ചേരുന്നു. താജുദ്ദീൻ, ഏതു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം? കോഴിക്കോട് ജില്ലയിലെ മലാപ്പുറം പിന്നാലെ 3 സ്കൂളുകൾ കൂടി അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പാലക്കാട്, ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ മങ്ങാട്ടുപറമ്പ് എന്നീ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള കോടതി ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല എന്ന് ഹൈക്കോടതി ഇന്ന് വിലയിരുത്തി. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിന് ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകാനും ജസ്റ്റിസ് എ ജയശങ്കരൻ നമ്പ്യാർ നിർദ്ദേശം നൽകുകയായിരുന്നു. കോടതി ഉത്തരവ് പാലിക്കാൻ അറിയിച്ചു. കോടതി ഉത്തരവ് അനുസരിച്ച് പൂട്ടിയതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുകയായിരുന്നു. മറ്റ് 2 സ്കൂളുകൾ പൂട്ടാനുള്ള ഉത്തരവ് പ്രദേശത്തെ ആളുകളുടെ തടസ്സം മൂലം നടപ്പാക്കാൻ സാധിച്ചില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം നൽകിയതിനെ തുടർന്നാണ് സർക്കാർ കോടതി ഉത്തരവ് കർശനമായി പാലിക്കാനും ആവശ്യത്തിന് പോലീസ് സംരക്ഷണം നൽകാനും കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. താജുദ്ദീൻ, ഇവിടെ ജനവികാരം കണക്കിലെടുക്കാനാകില്ല എന്ന നിലപാടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ ഉള്ളത്. ഇത് സംബന്ധിച്ച നേരത്തെയുള്ള ഉത്തരവ് നടപ്പാക്കാനാണ് കോടതി ഉത്തരവിട്ടിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ സർക്കാർ ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരായി സുപ്രീം കോടതിയെ സമീപിച്ചില്ല എന്ന കാര്യം പ്രസക്തമാണ്. സുപ്രീം കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇക്കാര്യം വീണ്ടും പരിശോധിക്കുകയും ചെയ്തിരുന്നു. മുൻ സർക്കാർ സ്കൂൾ പൂട്ടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ആ ഉത്തരവ് നിയമപരമല്ല എന്ന വിലയിരുത്തലിന് ശേഷം കോടതി ഈ സ്കൂളുകൾ പൂട്ടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എയ്ഡഡ് സ്കൂളിലെ മാനേജറുടെ അധികാരത്തിലുള്ള കടമേറ്റമാണ് എന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിന്റെ പരിധിയിൽ ഈ സ്കൂളുകൾ വരുന്നില്ല എന്നതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ നിയമപ്രകാരം സ്കൂളുകൾ പൂട്ടേണ്ടതില്ല എന്ന സർക്കാർ നിലപാട് നിയമപരമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയായിരുന്നു. ഈ ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പിന്നീട് ഈ ഉത്തരവ് നടപ്പാക്കും. കോടതി ഈ ഉത്തരവ് നടപ്പാക്കാൻ DPI AEOമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ നിർദ്ദേശം നൽകിയതിന്റെ വിശദാംശങ്ങളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ അപ്പീൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സർക്കാർ നടപ്പാക്കാൻ ഉത്തരവിട്ടത്. ഉത്തരവ് നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ട് ജനങ്ങൾ തടയുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയലക്ഷ്യ ഹർജിയും സമർപ്പിക്കപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് കോടതി കർശനമായി ഉത്തരവ് കർശനമായി നടപ്പാക്കാനും പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. സുരേഷ്, ശരി. പി താജുദ്ദീനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പോലീസിൽ നീതി പരിപാലനവും കുറ്റാന്വേഷണവും വേർതിരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പീപ്പിളിനോട്. പോലീസിലെ അഴിമതിക്കാരോട് സീറോ ടോളറൻസ് സമീപനമാണെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവിയായി നിലവിൽ ഫയർഫോഴ്സ് കമാൻഡർ ജനറലായി പ്രവർത്തിക്കുന്ന ലോക്നാഥ് ബെഹ്റ ഇന്നു മുതൽ മാറിത്തീരുകയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. പ്രധാനമായും നമുക്ക് ചോദിക്കാനുള്ളത്, പോലീസ് സേനയെപ്പറ്റി വലിയ ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് കാര്യക്ഷമതയുടെ കാര്യത്തിൽ, അഴിമതിയുടെ കാര്യത്തിലെല്ലാം വലിയ ആരോപണങ്ങൾ തുടർന്നു വരുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പോലീസിന് സേനയ്ക്കുള്ളിലെ അഴിമതിക്കാരോട് എന്തായിരിക്കും പുതിയ DGPയുടെ സമീപനം? സീറോ ടോളറൻസ്, അതാണ് പറയാം. കാരണം കറപ്ഷൻ പോലീസിലെ ഞാൻ ആക്ച്വലി സമ്മതിക്കില്ല. അതൊരു എൻ്റെ ഒരു റിസോൾവാണ്. ഞാനുള്ള സമയം പറയും ഇത് ഞാൻ സമ്മതിക്കില്ല.
ആൻഡ് ദേ വിൽ വെരി സ്ട്രോങ് ആക്ഷൻ ഞാൻ എടുക്കും. ഞാൻ പറഞ്ഞു 0 tolerance. സോ ഞാൻ ശ്രമിക്കും 0 corruption ആക്കാൻ വേണ്ടിയിട്ട്. ഇതോട് എൻ്റെ ഒരു റിസോൾവാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് CBI ഉള്ളത് കൊണ്ടോ അത്ര ഡിഫിക്കൽട്ട് ടാസ്ക് ആവില്ല എനിക്ക് തോന്നി. നോക്കാം. കഴിഞ്ഞ DGPയും മുൻപിരുന്ന താങ്കളുടെ ആയിരുന്ന ആളുകളും എല്ലാം പറഞ്ഞിരുന്നത് പലപ്പോഴും ഈ സ്റ്റേഷൻ പരിശോധനകൾ കൃത്യമായി നടക്കാത്തത് പലപ്പോഴും നമ്മുടെ സേനയുടെ ഒരു വലിയ കുഴപ്പമായി മാറാറുണ്ട്. പലപ്പോഴും അപ്രതീക്ഷിതമായി മുകൾ തട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായി പോലീസ് സ്റ്റേഷനുകളിലെ പരിശോധന കൃത്യമായി നടത്തുക, ഇൻസ്പെക്ഷൻ കൃത്യമായി നടത്താതിരിക്കുന്നത്, അത്തരം കാര്യങ്ങളിൽ പുതിയ DGPയുടെ സമീപനം എന്തായിരിക്കും? ഞാൻ ഒരു കാര്യം പറയാം. ഇതിൽ ബേസിക് പോലീസിങ് വിത്ത് മോഡേൺ ഔട്ട്ലുക്ക് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇൻസ്പെക്ഷൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് ഇൻസ്പെക്ഷൻക്ക് ഡെഫിനറ്റ് പ്രാധാന്യം കൊടുക്കണം. പക്ഷേ ആ ഇൻസ്പെക്ഷൻ ഏത് രീതിയിലൊരു റുട്ടീനായിട്ട് ഞാനത് ചെയ്യുന്നത്. ഞാൻ ഒരു പണ്ട് ഞാൻ SP ഉള്ള സമയത്ത് ജേക്കബ് പുന്നു സാർ സമയത്ത് DIG നോർത്ത് സോൺ ആ സമയത്ത് അദ്ദേഹം ഒരു പാറ്റേൺ ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ കൊണ്ടുവരും. അത് ആക്ച്വലി വളരെ സയൻറ്റിഫിക്കാണ്. ഇതുപോലെ തന്നെ അത് നിങ്ങൾ പറഞ്ഞ, പക്ഷേ അത് മോഡേൺ രീതിയിൽ നമുക്ക് ചെയ്യാം. മീൻസ് നമുക്ക് ഇൻസ്പെക്ഷൻ ഉണ്ടാകും, ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ട് പെട്ടെന്ന് വരും, ഇലക്ട്രോണിക്കലി വരും. ഈ രീതിയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി കുറേ ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ നോക്കാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പേരെടുത്ത പോലീസ് സേനയായിരുന്നു കേരളത്തിലേത്. എന്നാൽ സമീപകാലത്ത് ഒരുപാട് വലിയ വിവാദങ്ങളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം പെട്ടു. പോലീസ് മോഡേണൈസേഷൻ, താങ്കൾ ADGP അഡ്മിനിസ്ട്രേഷനായിട്ടും മോഡേണൈസേഷനുമായിട്ടും രണ്ടിലും പ്രവർത്തിച്ച ആളാണ്. എന്തായിരിക്കും പോലീസ് ഒരു ജനകീയ പോലീസായി പോലീസിനെ ഏത് രൂപത്തിലായിരിക്കും മാറ്റിയെടുക്കാൻ? ടെക്നോളജി നമ്മുടെ ഞാൻ ടെക്നോളജിക്ക് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ടെക്നോളജി ഉപയോഗിക്കണം. ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലീഡേഴ്സ്, പോലീസ് ലീഡർഷിപ്പ്, പിന്നെ അതുകൂടാതെ താഴെയുള്ള ആൾക്കാരെ എല്ലാവർക്കും ടെക്നോ സാവി ആക്കണം. ടെക്നോളജി ഉപയോഗിച്ചാൽ നിങ്ങളുടെ 1 മണിക്കൂർ പണി ഒരു 10 മിനിറ്റിൽ നമുക്ക് ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ ആലോചിച്ചാൽ മതി. ഞാൻ ഈ കാര്യങ്ങൾ ജയിലിൽ നടപ്പാക്കി, ഇത് കാര്യങ്ങൾ ഇപ്പോൾ ഫയർഫോഴ്സിൽ നടപ്പാക്കി. അപ്പോൾ ഈ പോലീസിൽ നടപ്പാക്കാനാണ് എനിക്ക്. കാരണം പോലീസ് ഹെഡ് ക്വാർട്ടറിൽ ഞാൻ ഒത്തിരി വർഷം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ലോഗോ കണ്ടിട്ടുള്ള ആളാണ്. ടെക്നോളജിക്ക് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അപ്പോൾ ടെക്നോളജി ഞാൻ കൊണ്ടുവരും. എങ്ങനെയെങ്കിലും ഏറ്റവും അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇത് ഞാൻ നടപ്പാക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ DG ജോയിൻ ചെയ്ത ശേഷം ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. ഓർഡർ വന്ന ശേഷം മാത്രം പറയാനായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ കേരള പോലീസ്ക്ക് ടെക്നോളജി നമ്പർ 1 ആക്കും. അതിലൊരു സംശയമൊന്നുമില്ല. ഈ ക്രമസമാധാനവും നീതി നിർവഹണവും രണ്ടാക്കുക എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഹൈക്കോടതി അടക്കം പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ രണ്ടായി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ്, അതൊരു സുപ്രീം കോടതിയിലെ ഒരു നിർദ്ദേശമാണ്. ആ സുപ്രീം കോടതി നിർദ്ദേശത്തിൽ ഞങ്ങൾ കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തു. ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ സ്ഥലത്തിൽ ഫെയിലിയറായി. എന്തിനാണ് ഫെയിലിയറായി അതൊന്നും ആലോചിച്ചിട്ട് ഞാൻ ആ ഗ്യാപ്പ് അനാലിസിസ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഞങ്ങൾ ഫില്ലപ്പ് ചെയ്യും. ഈ സിറ്റിയിലെ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നടപ്പാക്കും. ഓക്കെ, താങ്കൾ ADGP അഡ്മിനിസ്ട്രേഷനായിരുന്ന ഘട്ടത്തിൽ നടപ്പിലാക്കിയ ഒരു സുപ്രധാനമായ പദ്ധതികളിലൊന്നായിരുന്നു താങ്കളുടെ സക്സസർ പിന്നീട് വന്നൊരു പദ്ധതിയുടെ നിർഭയ പദ്ധതി. ആ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുണ്ടായിട്ടും അന്ന് സംസ്ഥാന ഗവൺമെൻറ് ലാപ്സ് കാരണം 30% നമ്മളിടേണ്ടത് 70% അവർ തരുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഫണ്ടുകൾ ലാപ്സായി പോകുമായിരുന്നു. കേന്ദ്ര സഹായം കിട്ടുന്ന ഫണ്ടുകൾ ലാപ്സായി പോകാതിരിക്കാൻ DG എന്നുള്ള തരത്തിൽ ഇനി എന്ത് നിലപാടായിരിക്കും? ഞാനൊരു കാര്യം പറയാം. ഡൽഹിയിൽ ഞാൻ ഒത്തിരി വർഷം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ആ പൈസ നമുക്ക് തിരിച്ച് വാങ്ങിക്കാം. ലാപ്സ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിവേ ഐ വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ വേറെ ഒരു കാര്യം, അതിൽ ഈ നിർഭയ പദ്ധതിക്ക് കുറച്ചുകൂടി അത് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിരുന്നു. ആ പ്ലാൻ ആക്ച്വലി ആ സമയത്ത് ഞാൻ NIL ഉള്ള സമയത്ത് ആ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു പ്ലാൻ കൊടുത്തായിരുന്നു. ആ പ്ലാൻ ഇവിടെ നമുക്ക് നടപ്പാക്കണം. ദാറ്റ് ഈസ് ടോട്ടലി ടെക്നോളജി ബേസ്ഡാണ് ആ നിർഭയ പദ്ധതി. കേന്ദ്ര സഹായം കിട്ടുന്ന ബാക്കി കുറവുകൾ ഹ്യൂമൻ ആസ്പെക്റ്റ് ഉണ്ട്. വോളണ്ടിയേഴ്സ്, NGOs ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ വുമൻ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞങ്ങൾ ഡെഫിനറ്റായിട്ട് ചെയ്യും.
ഈ സംസ്ഥാന പോലീസ് മേധാവിയായി ഏറ്റവും കൂടുതൽ കാലം ഇരിക്കാൻ ഒരുപക്ഷെ ഇനിയുള്ള സർവീസ് പീരീഡുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. 5 കൊല്ലത്തിനടുത്ത് വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ സർവീസിൽ കയറിയ ഒരാളെന്നുള്ള തരത്തിൽ ഒരുപക്ഷെ ഇനി ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഒരു വിഷൻ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് താങ്കളുടെ മനസ്സിലിപ്പോൾ ഒരു DG പോസ്റ്റിലേക്ക് വരുമ്പോൾ ഏതൊരു IPS കാരൻ്റെയും ഒരു സ്വപ്ന പദവിയിലേക്ക് വരുമ്പോൾ എന്താണ് തോന്നുന്നത്? അതെൻ്റെ ഐ ആം ലക്കി. ഞാൻ കുറച്ച് നേരത്തെ ജോയിൻ ചെയ്തു, അതുകൊണ്ട് കൂടുതൽ വർഷമുണ്ട്. അതാണ് എനിക്ക് കുറച്ച് എളുപ്പമാവും. കാരണം ഞാൻ ഒരു ലോങ് ടേം പ്ലാൻ ആക്കാം, മീഡിയം ടേം പ്ലാൻ ആക്കാം, ഇമ്മീഡിയറ്റ് പ്ലാൻ ആക്കാം. കാരണം എനിക്ക് സമയമുള്ളത് കൊണ്ട് അത് ഞാൻ നോക്കാം. ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ 5 വർഷം ഇവിടെ തന്നെ ആക്ച്വലി GGP ആയിട്ട് നിൽക്കും. അങ്ങനെ നോബഡി ഹാസ് സീൻ ദ ഫ്യൂച്ചർ. പക്ഷേ ഞാൻ എത്ര ദിവസം അവിടെ ഉണ്ടാക്കും അത് ഞാൻ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഈ പോലീസ്ക്ക് ഞാൻ കംപ്ലീറ്റ് റീഓറിയൻറ്റ് ചെയ്യും. ഓക്കെ, എല്ലാ ആശംസകളും ശ്രീ ലോക്നാഥ് ബെഹ്റ. ഇത്ര അധികം അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് ശ്രീ ലോക്നാഥ് ബെഹ്റ സംസ്ഥാന പോലീസിനുള്ളിൽ സമഗ്രമായ അഴിച്ചുപണിയും സമൂലമായ മാറ്റവും കൊണ്ടുവരുമെന്ന് തന്നെയാണ് ശ്രീ ലോക്നാഥ് ബെഹ്റ കൈരളി പീപ്പിൾ TVയോട് പറഞ്ഞത്. ക്യാമറമാൻ അജിത്തിനൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. സ്ഥാനമാറ്റത്തെക്കുറിച്ച് ഉത്തരവ് കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്ന് TP സെൻകുമാർ. സെൻകുമാറിന് പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MDയുടെ ചുമതലയാണ്. പുതിയ ചുമതല ഉടൻ ഏറ്റെടുക്കില്ലെന്നും സെൻകുമാർ പറഞ്ഞു. അതേസമയം ആരുടെയും മുന്നിൽ നട്ടല് വളച്ചിട്ടില്ലെന്ന് TP സെൻകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. തസ്തികയ്ക്കായി ആരെയും പ്രീതിപ്പെടുത്തിയിട്ടില്ല. പോലീസ് മേധാവി എന്ന നിലയ്ക്കുള്ള അവസാന പോസ്റ്റെന്നും സെൻകുമാർ പറയും. അഴിമതി കേസുകളിൽ അന്വേഷണം വിശുദ്ധിയുടെ മാർഗത്തിൽ നടത്തുമെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പീപ്പിൾ TVയോട്. എല്ലാ സ്ഥാനമാറ്റത്തിലും ഓരോ സന്ദേശമുണ്ട്. ആ സന്ദേശം പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ചെയ്യും. അത് ഏത് ഉത്തരവാദിത്വമാണേലും എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും ഒരു ഭംഗിയുണ്ടല്ലോ. എല്ലാത്തിലും മെസ്സേജുകളില്ലേ നല്ലതും. അന്വേഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശുദ്ധിയുടെ മാർഗത്തിൽ. സെൻകുമാർ തത്സമയ സംപ്രേഷണമാണ്. യാത്രയപ്പ് പരിപാടി നടക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ചവിട്ടി കൊല്ലല്ലേ വരും. അല്പം മുൻപ് രാവിലെ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇപ്രകാരമാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെയും മുൻപിൽ പോയിട്ടില്ല, നട്ടല് വളക്കാതെയാണ് ജോലി ചെയ്തത് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. അതേസമയം പുതിയ സ്ഥാനം ഉടൻ ഏറ്റെടുക്കില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഉത്തരവ് വന്ന ശേഷം പ്രതികരിക്കാമെന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞിരുന്നു. DGP സ്ഥാനത്ത് നിന്നും എന്താ വേണ്ടത്? എന്താണ് ചോദിക്കേണ്ടത് ചോദിക്കുക. നോക്കാം, ആദ്യമായിട്ട് എനിക്ക് ഒരു ഓർഡർ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ചുമതലകൾ വേറെ ഒന്നും എനിക്ക് അറിയില്ല. നമ്മളിപ്പോൾ TV കാണുന്ന വാർത്ത മാത്രമേ എനിക്കിപ്പോൾ അറിയുള്ളൂ. അതേപ്പറ്റി എനിക്ക് പിന്നെ എങ്ങനെ പറയാൻ പറ്റുക?
ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഒരു ഓർഡർ വരുന്നു വിചാരിച്ചാണ്. ഓർഡറൊന്നും എത്തിയിട്ടില്ല. അല്ല, എനിക്ക് ഓർഡർ കിട്ടാതെ ഞാൻ എന്താ പറയുന്നത്? വേറെ എന്താണ് ചോദിക്കാനുള്ളത്? കഴിഞ്ഞു. അത് എൻ്റെ കൺസേൺ അല്ലല്ലോ. ഞാനും പറഞ്ഞത് എനിക്ക് ഇതുവരെ ഓർഡർ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്കതേപ്പറ്റി പ്രതികരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഏതായാലും ഒരു വർഷം ഞാനിവിടെ DGP ആയിട്ട് SPC ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് പോലീസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. 1984 മുതലുള്ള പലരുടെയും സീനിയോറിറ്റി ഇഷ്യൂസ്, 96 മുതലുള്ള സീനിയോറിറ്റി ഇഷ്യൂസ്, മിക്കവാറും എല്ലാവരുടെയും സീനിയോറിറ്റി ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ DGPയുടെ ഓഫീസിൽ വളരെ കുറവ് ഉദ്യോഗസ്ഥരേ ഉള്ളൂ. ഇവിടെ 4 ADGPമാരും 5 IG-മാരും 2 DIG-മാരും ഉണ്ട സ്ഥലത്ത് എനിക്ക് മിക്കവാറും ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് വർക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ 16 to 18 hours ഡേ വർക്ക് ചെയ്താണ് മിക്കവാറും ഈ കാര്യങ്ങൾ തീർത്തു. അപ്പോൾ അത് കഴിയുന്നത്ര എന്താണ് നന്നായിട്ട്, അതുപോലെ പബ്ലിക്കിൽ ഓൾസോ ഐ നോ വാട്ട് വാസ് ദ തിങ്. കാരണം ഐ ഡോണ്ട് ഹാവ് എനി എന്താ പറയുന്നത് ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റേ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 5-star ഡിന്നറോ ഒന്നുമില്ല. ഐ വർക്ക്, ഐ ഗോ ഹോം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഐ ട്രൈ ടു പ്ലേ സം ഷട്ടിൽ വിത്ത് വിൻസെൻ്റ് പോൾ ആൻഡ് അതർ മൈ കൊളീഗ്സ് ഓർ സം അതർ ഫ്രണ്ട്സ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ബിക്കോസ് ത്രൂ ഔട്ട് മൈ സർവീസ് ഐ ഹാവ് മെയിൻറ്റെയിൻ ദിസ്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, 2011 പുതിയ മന്ത്രിസഭ വന്ന സമയത്ത് ഐ വാസ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് പിന്നെയും 8 മാസം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു മന്ത്രിസഭ അപ്പുറത്ത് വന്ന് ചാടിപ്പോയിട്ട് ഉടനെ അങ്ങോട്ട് പോകുന്ന സ്വഭാവങ്ങളൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് ഇവിടുത്തെ പബ്ലിക്കിന്, കാരണം ഐ ഹാവ് ബീൻ ഇൻ ദിസ് സ്റ്റേറ്റ് ബോൺ ആൻഡ് ബോട്ടപ്പ്. നമ്മൾ കുറച്ച് സമയം പുറത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഈ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആസ് ആൻ ഓഫീസർ ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഒന്ന് ഞാനിന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, അത് നമ്മൾ ഒരു ആളെയും അനാവശ്യമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല. ഒരു പാഡിംഗ് അപ്പം ഒരു സ്ഥലത്തും നടത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. സാമാന്യം വളരെ എന്താ പറയുന്നത് എൻ്റെ അറിവ് വെച്ച് കിട്ടുന്ന ബെസ്റ്റ് പോളിസി ഡിസിഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. സോ ദർ ഈസ് നത്തിങ് ദാറ്റ് എന്താണ് മോർ ഐ ക്യാൻ ഡു അബൌട്ട് ദോസ് തിങ്സ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 100 കണക്കിന് സ്ത്രീകൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അവർക്ക് ഹെൽപ്പ് കൊടുക്കാനായിട്ട്. നമ്മളിതൊന്നും പബ്ലിഷ് ചെയ്യാൻ പോകാറില്ല. അപ്പോൾ ഞാൻ ഒരു ആൾക്ക് ഇങ്ങനെ ഹെൽപ്പ് കൊടുത്തു, ഉടനെ അത് പത്രങ്ങളിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ മീഡിയ കൊടുക്കുന്നു. 100 കണക്കിന് പേര് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർക്ക് പലർക്കും നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. അപ്പോൾ അത്രയും എനിക്കിപ്പോൾ പറയാനുള്ളൂ. വേറെ എന്താണ് നിങ്ങൾക്ക് ഫൈനലായിട്ട് ചോദിക്കേണ്ടത്? നോക്കുക, ഈച്ച് ഗവൺമെൻറ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പോളിസി. അവരുടെ പ്രിഫേർഡ് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹമുള്ളൊരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല, അതെനിക്കറിയാം. ദാറ്റ് ഈസ് ഫോർ ദ ഗവൺമെൻറ് ടു ഡിസൈഡ്. മനസ്സിലാവുന്നു? പിന്നെ അതിലാകെ ഉള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരാളെ ഇഷ്ടമില്ലാന്ന് പറയുകയാണെങ്കിൽ ദെൻ ദാറ്റ് ക്യാൻ ബി ടോൾഡ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമുള്ളൊരു ഓഫീസറെ വേണം, അത് നിങ്ങളുടെ വേവ് ലെങ്ത്തായിട്ട് പോകുന്ന വേവ് ലെങ്ത്ത് അല്ല ഞങ്ങളുടെ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പെക്സ് സ്കെയില് എടുത്തു വെച്ചിട്ട് നമ്മളത് സുഖമായിട്ട് നമുക്ക് മാറിപ്പോകാം. കാരണം ഇപ്പം നിയമപരമായിട്ട് ഇതിലുള്ള തെറ്റുകളൊക്കെ എനിക്കറിയാം. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ വയലേഷൻ പ്രകാശ് സിംഗ് കേസിൻ്റെ ഉണ്ട്, അതുപോലെ കേരള പോലീസ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ട്. ഇതൊക്കെ അറിയാം. പക്ഷേ വാശി പിടിച്ച് ഒരു DGP ആയിട്ട് ഇരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ഒരു ഗവൺമെൻറ്റിന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആ പോസ്റ്റിലിരുന്ന് ഗവൺമെൻറ്റിനും ബുദ്ധിമുട്ട്, ഇരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് കാര്യമില്ല. പക്ഷേ അതൊരു ഡീസൻറ്റ് വിധത്തിൽ പറഞ്ഞാൽ മതി, നമ്മളോട് പറഞ്ഞാൽ മതി. ഓക്കെ, അവർ വേവ് ലെങ്ത് വിൽ നോട്ട് ബി, അതല്ലെങ്കിൽ എ suitable person is there for us. In any case, I cannot become Behra. That is my problem. Senkumar can be Senkumar, Behra can be Behra. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഇതിൽ പറ്റിയുകൊണ്ട് എനിക്ക് ഐ മേ സ്റ്റിൽ യൂസ് മൈ ലീഗൽ ഓപ്ഷൻ. അത്രയേ ഉള്ളൂ.
മാറ്റിയതായിട്ടുള്ള ഉത്തരവ് കിട്ടിയിട്ടില്ല. സർക്കാരിന് തന്നെ താല്പര്യമില്ലെങ്കിൽ പറയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാധ്യമങ്ങളോട് ഇതേ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു. രാവിലെ പുതിയ സ്ഥാനത്തെക്കുറിച്ച് തനിക്ക് അറിവ് കിട്ടിയിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സെൻകുമാർ പറഞ്ഞത്. തൻ്റെ സർവീസിലിരിക്കുന്ന സമയത്തെല്ലാം കൃത്യമായി തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നും സെൻകുമാർ പറഞ്ഞു. രാവിലെ അദ്ദേഹം പറഞ്ഞത് ഈ പുതിയ ചുമതല ഉടൻ ഏറ്റെടുക്കില്ല എന്നും കൂടി രാവിലെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് നിലവിൽ ഇത്തരമൊരു ഉത്തരവ് തൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. തന്നെ DGP സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ പോലീസ് ആക്ടിൻ്റെ ലംഘനമുണ്ടെന്നാണ് DGP ആയ സെൻകുമാർ പ്രതികരിച്ചത്. അല്പം മുൻപാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിച്ചത്. വിവരങ്ങളുമായി S. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, വികാരാധീനനായാണ് സെൻകുമാർ സംസാരിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്ഥാന മാറ്റം സംബന്ധിച്ച് സെൻകുമാർ വ്യക്തമാക്കുന്നത്? സുരാജ്, അല്പസമയങ്ങൾക്ക് മുമ്പ് സംസ്ഥാന പോലീസ് മേധാവിയായ DGP TP സെൻകുമാർ മാധ്യമങ്ങളോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സെൻകുമാറിന് സെൻകുമാർ ആവാനും ലോക്നാഥ് ബെഹ്റയ്ക്ക് ലോക്നാഥ് ബെഹ്റ ആവാനും മാത്രമാണ് കഴിയുക. സർക്കാരിന് തന്നെ താല്പര്യമില്ലെങ്കിൽ വാശി പിടിച്ച് ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് തുടരാൻ താൻ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശം അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹം ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധേയകരമായ ഒരു കാര്യം. തന്നെ മാറ്റിയതിൽ സുപ്രീം കോടതി റൂളുകളുടെ ചില വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സെൻകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ സുപ്രീം കോടതി റൂളിൻ്റെ വയലേഷനും ഒപ്പം പോലീസ് ആക്ടിൻ്റെ വയലേഷനും ഉണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചട്ടലംഘനമുണ്ട് എന്ന് സെൻകുമാർ പറയുമ്പോൾ ആ കാര്യം തീർച്ചയായും അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരായുള്ള ഒരു മുനവച്ച വാക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതായി വരുന്നു. കാരണം സെൻകുമാർ ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇതായിരിക്കാം, സുപ്രീം കോടതിയുടെ ഒരു പഴയകാല റൂളിംഗ് പ്രകാരം 2 വർഷത്തേക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ 2 വർഷം ആ സ്ഥാനത്ത് തുടരണമെന്നത് ഒരു സുപ്രീം കോടതിയുടെ ഒരു പഴയ വിധിവാക്യം ഉണ്ടായിരുന്നു. ആ വിധിവാക്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ഈ കാര്യത്തിൽ അത് ആപ്ലിക്കബിൾ ആവില്ല എന്നുകൂടി ചില നിയമ വിദഗ്ധർ പറയുന്നു. കാരണം ഇദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായി ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ജൂനിയർ SP-മാരായിരുന്ന അജിത ബീഗത്തെ 2 വർഷത്തിനുള്ളിൽ 7 തവണ ട്രാൻസ്ഫർ ചെയ്തത്. അതോടൊപ്പം മഞ്ജുനാഥനെ ട്രാൻസ്ഫർ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ UDF സർക്കാർ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്ത അവസരമുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഒരു പുതിയ തീരുമാനമാണ്. കാരണം പുതിയൊരു സർക്കാർ, പുതിയ നയമുള്ളൊരു സർക്കാർ വന്നിരിക്കുന്നു. കാരണം ആരൊക്കെ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഏതൊക്കെ പദവികളിൽ തുടരണമെന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗറ്റീവ് ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ അവരുടെ ഇഷ്ടാനുസരണം നിയമിക്കുകയും മാറ്റുകയും ചെയ്യാമെന്നിരിക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും അധികമായി അവർ ഉയർത്തിയിരുന്നൊരു പ്രധാനപ്പെട്ട വാദമായിരുന്നു ക്രമസമാധാന പാലന രംഗത്തെ തകർച്ച. ആ തകർച്ച തീർച്ചയായും അത് വിരൽ ചൂണ്ടപ്പെടുന്നത് അക്കാലത്ത് DGP-മാരായിരുന്നു. അക്കാലത്ത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല പരിപാലനം വഹിച്ചിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥന് നേരെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സെൻകുമാർ കോടതിയിലേക്ക് പോകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം കോടതിയിൽ പോകുന്നതിന് ആർക്കും തടയാനാവില്ല. കാരണം ഒരു വ്യക്തിക്ക് ഏത് ഘട്ടത്തിലും പൗരന് കോടതിയെ സമീപിക്കാൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം എത്രത്തോളം സാധിച്ചു കിട്ടുമെന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമാണ് ബോധ്യമാവുക, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മാത്രമാണ് ബോധ്യമാവുക. മറ്റൊരു കാര്യം, ഇന്ന് രമേശ് ചെന്നിത്തല രാവിലെ സൂചിപ്പിച്ച ഒരു കാര്യത്തെ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. കാരണം രമേശ് ചെന്നിത്തല പറഞ്ഞത് ജേക്കബ് പുന്നൂസ് അദ്ദേഹം 2011 LDF സർക്കാർ നിയമിച്ച DGP-യെ തങ്ങൾ മാറ്റിയിട്ടില്ല എന്നതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വാദം. പക്ഷേ ആ വാദത്തിന് അടിസ്ഥാനമില്ല. കാരണം 2001 മുതിർന്ന DGP-ആയി ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന DGP-ആയി DGP പത്മനാഭൻ ഇരിക്കുന്ന ഘട്ടത്തിലാണ് 2 സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥരെ, നായർ സാറിൻ്റെയും ഒപ്പം അതോടൊപ്പം നായർ സാറിന് മറികടന്നുകൊണ്ടാണ് അന്ന് ജോസഫ് തോമസിനെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതിന് മുമ്പുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1991 രാജഗോപാൽ നാരായണൻ DGP ആയിരുന്ന ഘട്ടത്തിൽ
മന്ത്രിസഭ കെ കരുണാകരൻ മന്ത്രിസഭ അധികാരത്തിലെത്തി 3 ദിവസത്തിനുള്ളിലാണ് കെ കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ജയറാം പടിക്കലിനെ DGP പദവിയിലേക്ക് കൊണ്ടുവന്നത് എന്ന ചരിത്രം നമ്മൾ വിസ്മരിച്ചുകൂടാ. സംസ്ഥാന സർക്കാരുകൾ ഉദ്യോഗസ്ഥരെ മാറ്റുകയും നിയമിക്കുകയും ചെയ്യുന്ന മുന്നനുഭവങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ ഇപ്പോൾ പുതിയതായി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനുമാവില്ല. സുരാജ്, ജീവൻ, ഇതിൽ തന്നെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ പോലീസ് ആക്ടിൻ്റെ ലംഘനമുണ്ട് എന്ന് സെൻകുമാർ പറയുമ്പോൾ ഈ കാര്യത്തിൽ തൻ്റെ നീരസം പരസ്യമായി വ്യക്തമാക്കുകയാണോ, പരസ്യമായി മുന്നോട്ട് വെക്കുകയാണോ DGP സെൻകുമാർ ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ലഭിച്ചില്ല എന്നാണ് സെൻകുമാർ പറയുന്നത്. ജീവൻ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നീരസം തുടിച്ചു നിൽക്കുന്നുണ്ട് എന്നതും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തെ അടുത്തറിയാമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം തന്നെ DGP പദവിയിൽ നിന്നും മാറ്റിയ തീരുമാനം ഉൾക്കൊള്ളുന്നതിന് അദ്ദേഹം പരസ്യമായി പൂർണ്ണമായ ഒരു വൈമുഖ്യം കാണിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം ആ കാര്യത്തിലുള്ള നീരസം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അദ്ദേഹം കോടതിയിൽ പോകുമെന്ന് പറയുന്നതിലടക്കം എല്ലാ കാര്യത്തിലുമുണ്ട്. തീർച്ചയായും നീരസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. ഇവിടെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം DGP ആയിരുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ജേക്കബ് തോമസിനെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട മിതത്വം കേരള പോലീസ് ആക്ട് റൂൾ 14 ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ജേക്കബ് തോമസിനെ ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുകൂടി ഈ ഘട്ടത്തിൽ വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉത്തരവ് കിട്ടുന്നതിൽ എന്താണ് താമസം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവൻ? സുരാജ്, ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 കൂടിയാണ് പിണറായി വിജയൻ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഈ ഫയൽ ഇനി ഹോം ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇനി ഉള്ളത്. ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്വാഭാവികമായും നളിനി നെറ്റോ ഈ ഫയൽ കാണുകയും ഈ ഫയൽ പൊതുഭരണ വകുപ്പിലേക്ക് കൈമാറുകയും ഒപ്പം ചീഫ് സെക്രട്ടറി കൈമാറിക്കൊണ്ട് ചീഫ് സെക്രട്ടറി ആയിരിക്കണം സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരെ തീരുമാനിക്കുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവെക്കേണ്ടത്. തുടർന്ന് ഗവർണർക്ക് ഈ ഫയൽ കൈമാറിക്കൊണ്ട് ഗവർണറുടെ അപ്രൂവലോടുകൂടി ഈ ഫയൽ ഇനി നോട്ടിഫൈ ചെയ്യുകയുമാണ് വേണ്ടത്. സ്വാഭാവികമായി ഇന്ന് രാവിലെ മുതൽ ആ ഫയലിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ഈ കാര്യത്തിൽ ഒരു വിജ്ഞാപനം പുറത്തിറങ്ങുകയും ഇത് ഓർഡറായി പുറത്തിറങ്ങി പുതിയ 2 മേധാവിമാർക്കും കൈമാറുകയും ചെയ്യും. ആ ഒരു ചെറിയ കാലതാമസം മാത്രമാണ് ഈ കാര്യത്തിലുള്ളത്, സാങ്കേതികം മാത്രമാണ്. സുരേഷ്, ശരി. എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തന്നെ DGP സ്ഥാനത്തു നിന്നും മാറ്റുന്നതിൽ പോലീസ് ആക്ടിന്റെ ലംഘനമുണ്ടെന്നാണ് സെൻകുമാർ പ്രതികരിച്ചത്. സർക്കാരിന് ഇഷ്ടമുള്ളവരെ DGP ആയി നിയമിക്കാം, പക്ഷേ സെൻകുമാർ ആകാനേ കഴിയൂ, ലോക്നാഥ് ബെഹ്റ ആകാൻ കഴിയില്ല എന്നും സെൻകുമാർ പറഞ്ഞു. സെൻകുമാർ അല്പസമയം മുൻപാണ് സെൻകുമാറിന്റെ വാക്കുകളിലേക്ക്. അത് എൻ്റെ കൺസേൺ അല്ലല്ലോ. ഞാനും പറഞ്ഞത് എനിക്കിതുവരെ ഓർഡർ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്കതേപ്പറ്റി പ്രതികരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഏതായാലും 1 വർഷം ഞാനിവിടെ DGP ആയിട്ട് SPC ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് പോലീസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. 1984 മുതലുള്ള പലരുടെയും സീനിയോറിറ്റി ഇഷ്യൂസ്, 96 മുതലുള്ള സീനിയോറിറ്റി ഇഷ്യൂസ്, മിക്കവാറും എല്ലാവരുടെയും സീനിയോറിറ്റി ലിസ്റ്റൊക്കെ ആരാക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ DGPയുടെ ഓഫീസിൽ വളരെ കുറവ് ഉദ്യോഗസ്ഥരേ ഉള്ളൂ. ഇവിടെ 4 ADGPമാരും 5 IG-മാരും 2 DIG-മാരും ഉള്ള സ്ഥലത്ത് എനിക്ക് മിക്കവാറും ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് വർക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ 16 to 18 hours ഒരു ഡേ വർക്ക് ചെയ്താണ് മിക്കവാറും ഈ കാര്യങ്ങൾ തീർത്തു. അപ്പോൾ അത് കഴിയുന്നത്ര നന്നായിട്ട്, അതുപോലെ പബ്ലിക്കിൽ ഓൾസോ ഐ നോ വാട്ട് വാസ് ദ തിങ്. കാരണം DGP സെൻകുമാറിന്റെ വാക്കുകളാണ് കേട്ടത്. തന്നെ DGP സ്ഥാനത്തു നിന്നും മാറ്റുന്നതിൽ നിയമ പ്രശ്നങ്ങളുണ്ട്, അത് പോലീസ് നിയമത്തിൻ്റെ ലംഘനമാണ്, സുപ്രീം കോടതി ഉത്തരവിൻ്റെ ലംഘനമാണ് എന്നുകൂടിയാണ് സെൻകുമാർ പറയുന്നത്. വിവരങ്ങളുമായി ജീവൻ ഒരിക്കൽ കൂടി ചേരുന്നു. ജീവൻ, അത്തരത്തിൽ നിയമപരമായ ഒരു പ്രശ്നം ഇതിലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നതിലൂടെ സെൻകുമാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരത്തെ ജീവൻ സൂചിപ്പിച്ചതുപോലെ നിയമപരമായി ഇതിനെതിരെ, ഈ ഉത്തരവിനെതിരെ മുന്നോട്ട് പോകുമെന്ന സൂചനയാണോ സെൻകുമാർ നൽകുന്നത്?
അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൽകുന്ന സൂചന തീർച്ചയായും അപ്രകാരം തന്നെയാണ്. അദ്ദേഹം കോടതിയെ തീർച്ചയായും ഉദ്യോഗസ്ഥർക്ക് കോടതിയെ സമീപിക്കുക എന്നാൽ ഉദ്യോഗസ്ഥരുടെ കോടതി എന്നാൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോ ആണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ഇത് ചലഞ്ച് ചെയ്യുന്നതിന് സ്വാഭാവികമായ ഏതൊരു പൗരനും അധികാരമുള്ളതുപോലെ അദ്ദേഹത്തിനും ഉദ്യോഗസ്ഥനും അധികാരമുള്ളതുപോലെ അദ്ദേഹത്തിന് പോകാനാവും. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത്. എന്നാൽ കേരള പോലീസ് ആക്ടിൻ്റെ ലംഘനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും സുപ്രീം കോടതി റൂളുകളുടെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നും സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുക തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് നമുക്ക് ചില കാര്യങ്ങൾ പൂരിപ്പിക്കേണ്ടി വരുന്നത്. കാരണം അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായി ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇതേ റൂളിംഗ് തന്നെ ഉണ്ടായിരുന്നത്. അന്ന് ജൂനിയർ പോലീസ് സൂപ്രണ്ടുമാരായിരുന്ന അജിത ബീഗത്തെ ആദ്യം തൃശ്ശൂർ റൂറലിൽ നിന്നും തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരം DCP ആയി വെച്ചു. തിരുവനന്തപുരം DCP ആയി 4 മാസം മാത്രം പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അവരെ വീണ്ടും വയനാടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. വയനാട് SP ആയി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് അജിത ബീഗത്തെ പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളായി വെക്കുന്നത്. പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളായി 1 മാസം ചുമതല വഹിക്കുന്ന ഘട്ടത്തിലാണ് അവരെ AIG പോലീസ് ആസ്ഥാനത്തെ AIGയുടെ ചുമതല കൂടി അഡീഷണലായി നൽകുന്നത്. അങ്ങനെ 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 5ഓളം ട്രാൻസ്ഫറുകൾ അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ അന്ന് അജിത ബീഗത്തിനുണ്ടായിരുന്നു. സമാനമായ അവസ്ഥ പാലക്കാട് SP ആയിരുന്ന മഞ്ജുനാഥിനുണ്ടായിരുന്നു. ഒപ്പം പുട്ട വിമലാദിത്യക്കുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ജൂനിയർ IPS ഓഫീസർമാർ പല ഘട്ടത്തിലും അനുഭവിക്കുമ്പോൾ ഈ സെൻകുമാർ തന്നെയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയിൽ ഇരുന്നിരുന്നത് എന്ന വൈരുദ്ധ്യം കൂടി അദ്ദേഹം ഒരുപക്ഷെ മറന്നു പോവുകയോ അല്ലെങ്കിൽ ബോധപൂർവം അദ്ദേഹം വിട്ടുപോകുന്നതോ ആയിരിക്കാം. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം പഴയൊരു സുപ്രീം കോടതി റൂളിങ്ങിൻ്റെ ഭാഗം ആയി കൂടി പറയുന്നത്. മറ്റൊരു കാര്യം, ഏതൊരു സർക്കാരിനും വേണമെങ്കിൽ സർക്കാർ മാറി വരുന്ന ഘട്ടത്തിൽ പോലീസ് മേധാവിമാർ മാറുന്ന മുൻകാഴ്ചകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. 1991 അന്ന് നായനാർ സർക്കാർ നിയമിച്ചിരുന്ന രാജഗോപാൽ നാരായണനെ മാറ്റി 3 ദിവസത്തിനുള്ളിൽ K. കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന ജയറാം പടിക്കലിനെ സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയിലേക്ക് കൊണ്ടുവന്ന അനുഭവമുണ്ട്. 1999 നിയമിതനായ പത്മനാഭനെ 2001 വന്ന AK ആന്റണി സർക്കാർ മാറ്റി ജോസഫ് തോമസിനെ DGP ആയി നിയമിച്ച അനുഭവമുണ്ട്. എന്നാൽ അതിന് വ്യത്യസ്തമായ അനുഭവങ്ങളും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം 2006 ഹോർമിസ് തനകരായിരുന്നു അവസാന കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് DGP ആയിരുന്നത്. അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യാനാണ് പിന്നീട് വന്ന LDF സർക്കാർ അനുവദിച്ചത്. ജീവൻ തിരികെ വരാം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, തന്നെ DGP സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ ചില ചട്ടലംഘനങ്ങളുണ്ട് എന്ന് പരസ്യമായി തന്നെ വ്യക്തമാക്കുകയാണ് സെൻകുമാർ. സാധാരണഗതിയിൽ സെൻകുമാറിന് 1 വർഷത്തിലധികം ഏറ്റവും കുറഞ്ഞത് കാലാവധി DGP ആയിരിക്കാൻ ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷേ കാലാവധി പൂർത്തീകരണമല്ല പലപ്പോഴും ഇത്തരം ഉന്നതമായ, പ്രത്യേകിച്ച് പോലീസിന്റെ ഉന്നത പദവിയിൽ ഒരാളെ അവരോധിക്കുന്നതിന് സർക്കാർ നോക്കുന്ന മാനദണ്ഡം. കാരണം ഒരു സർക്കാർ എന്നാൽ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്, ഒരു പറ്റം മൂല്യങ്ങളാണ് ഒരു സർക്കാർ വിളംബരം ചെയ്യുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ ഏതുതരം മൂല്യമാണ് വിളംബരം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് TP സെൻകുമാറിന്റെയും അതുപോലെ ശങ്കർ റെഡ്ഡിയുടെയും ഒക്കെ നിലപാടുകൾ, രീതികൾ ഇതൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പോലീസുകാർ ഇത്രയധികം കലാപം ചെയ്യേണ്ടി വന്ന ഒരു സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ മാത്രമായിരിക്കും. അത്രത്തോളം ശക്തമായിരുന്നു പോലീസുകാരുടെ ഇടയിൽ സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള അദ്ദേഹത്തിന്റെയും അതുപോലെ അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും ശ്രമം. ആത്മരക്ഷാർത്ഥമാണ് പലപ്പോഴും പോലീസ് ഓഫീസേഴ്സിനെ ഒരുതരം മാനദണ്ഡവുമില്ലാതെ മാറ്റിയത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്ന ശ്രീ ജേക്കബ് തോമസ് ഉണ്ട്. ശ്രീ ജേക്കബ് തോമസ് ഇപ്പോൾ സർക്കാരിൽ ഇരുന്നു കൊണ്ട് തന്നെ അഴിമതിക്കെതിരായ ഒരു ബഹുജന സംഘടനയിൽ പ്രവർത്തിക്കുക മാത്രമല്ല അതിന്റെ ഉയർന്ന സംഘാടകൻ കൂടിയാണ്. ആ അർത്ഥത്തിൽ തെളിയിക്കപ്പെട്ട അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ആളുകളെ എങ്ങും എത്തിക്കാതെ വിസ്മൃതിയിലേക്ക് വിലയം പ്രാപിച്ച ശീലവും രീതിയും ശൈലിയുമാണ് സെൻകുമാറിന്റെയും അതേമാതിരി തന്നെ ശങ്കർ റെഡ്ഡിയുടെയും രാഷ്ട്രീയ നേതാക്കൾക്കുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ മാറി വന്ന സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകാവുന്ന ഒരു ആദർശ നിഷ്ഠ ഈ 2 ആൾക്കാരിൽ ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. അതുകൊണ്ട് തന്നെ അവരുന്നയിക്കുന്ന ഈ വിയോജിപ്പുകൾ, അതായത് പോലീസിന്റെ ആക്ടിൽ എന്താണ് പറയുന്നതെന്നൊന്നും പൂർണ്ണമായി എനിക്കറിയില്ല എങ്കിൽ പോലും ഇപ്പോൾ അത് ഉന്നയിക്കുന്നത് ഇതിനു മുമ്പുള്ള സർക്കാരിന്റെ രാഷ്ട്രീയത്തോട് ഇല്ലാത്ത ഒരു വിധേയത്വം മാത്രമാണ്. അതുകൊണ്ട് തന്നെ സെൻകുമാറിന്റെ ഈ വാക്കുകൾ, പ്രത്യേകിച്ച്
ഇതിനു മുമ്പുള്ള നമുക്കറിയാമല്ലോ, ഈ വിൻസെന്റ് പോൾ ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ സർക്കാരിനെ കുറിച്ച് പറയുകയും അതിന്റെ ഗതികേടിൽ വിലപിക്കുകയും ഒക്കെ ചെയ്തത് മലയാളികൾ മറന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ തെളിയിക്കപ്പെട്ട അഴിമതിക്കാരോട് കൂറ് പുലർത്തി പശ്ചാത്തലവും പാരമ്പര്യവുമുള്ള സെൻകുമാറിന്റെ വാക്കുകൾക്ക് ഇന്നത്തെ അഴിമതി വിരുദ്ധ സിദ്ധാന്തം, അഴിമതി വിരുദ്ധ വീക്ഷണങ്ങൾ സെറ്റ് പ്രിൻസിപ്പിൾസ് ആയിട്ട് വെക്കുന്ന ശ്രീ ഭാസുരേന്ദ്ര ബാബു മാധ്യമങ്ങളോട് സെൻകുമാർ ഏറെ വികാരാധീനനായാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് DGP ആയി സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കാം, പക്ഷേ അത് തൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അതിർത്തി സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് തന്നോട് തുറന്നു പറയാമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ ചെയ്തില്ല. ഒരു മര്യാദകേടാണ് ഇക്കാര്യത്തിൽ കാണിച്ചത് എന്ന് പറയാതെ പറയുകയാണ് സെൻകുമാർ ചെയ്തത്. അത്തരം ഒരു മര്യാദകേടിന്റെ വിഷയം ഇക്കാര്യത്തിലുണ്ടോ? അല്ല, അതിനകത്ത് പിന്നെ സെൻകുമാർ എന്ത് വിചാരിക്കുന്നു, സർക്കാരിന്റെ സമീപനം എന്ത് എന്നതിലുപരി സെൻകുമാറിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് സർക്കാരിനുള്ളത് ബഹുജനങ്ങൾക്കുമുണ്ട്. അദ്ദേഹം അഴിമതിക്കാരിൽ എന്ത് നിലപാടാണ് അത് മാത്രമല്ല ജിഷയുടെ കേസിൽ പോലും അദ്ദേഹം എടുത്തിരുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പുതിയ അന്വേഷണ സംഘത്തെ അവരോധിച്ചതും പഴയ സംഘത്തെ മാറ്റിയതുമൊക്കെ തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് സെൻകുമാർ. അതുകൊണ്ടാണ് അടിയന്തരമായി അദ്ദേഹത്തെ മാറ്റേണ്ട ഒരവസ്ഥാന്തരം ഉണ്ടായത്. അത്തരം കാര്യങ്ങളിലൊക്കെ മലയാളികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പക്ഷപാത ഭേദമില്ലാതെ പെരുമാറാനോ പ്രവർത്തിക്കാനോ സെൻകുമാറിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ മികവും അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് സാധാരണക്കാരുടെ ഇടയിൽ മോശമാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉന്നയിക്കുമ്പോഴാണ് സെൻകുമാറിന്റെ വാക്കുകൾക്ക് എല്ലാം മാറ്റാനുള്ള അവകാശമുണ്ട്, ശരിയാണ്. അതിനു മുമ്പ് സംസാരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് സത്യത്തിൽ ഒരു ഒഴിവ് കഴിവ് മാത്രമായി തന്നെ ഞാൻ കരുതുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു ചോദ്യം ചോദിക്കാനുള്ളത് പ്രധാനമായും അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതി വിധിയുടെയും ഒപ്പം കേരള പോലീസ് ആക്ടിന്റെയും ചട്ടലംഘനം ഈ കാര്യത്തിൽ ഉണ്ട് എന്നാണ്. തീർച്ചയായും നിലവിൽ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് സർക്കാർ എടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തെ പരസ്യമായി ചോദ്യം ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടല്ലേ? അല്ല, അതിനകത്ത് സർക്കാരിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാനുള്ള സാധാരണഗതിയിൽ സിവിലിയൻസ് അനുഭവിക്കുന്ന അവകാശമോ അധികാരമോ ഒന്നും ഫോഴ്സിലുള്ളവർക്കില്ല എന്ന് നമുക്കറിയാം, ശരിയാണ്. എങ്കിലും അതിൽ നിന്നുകൊണ്ട് ചില പ്രതിരോധ രീതികൾ സ്വീകരിക്കുന്നത് നാം ജേക്കബ് തോമസിലൂടെ കണ്ടതാണ്, വിൻസെന്റ് പോളിലൂടെ കണ്ടതാണ്. അവരൊക്കെ തെളിയിക്കപ്പെട്ട അപ്രൈറ്റ് നോൺ കറക്റ്റായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമാണ്. അത്തരം മുന്നുദാഹരണങ്ങളൊന്നും സെൻകുമാറിന്റെ കാര്യത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹം അഖിലേന്ത്യാ സർവീസിലേക്ക് പോകുമെന്നാണ്. അഖിലേന്ത്യാ സർവീസിലേക്ക് അദ്ദേഹം പോകുമ്പോൾ ഗൗരവതരമായ നഷ്ടമൊന്നും കേരളത്തിലെ പോലീസ് ഫോഴ്സിന് ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ശരാശരി നിലപാടിൽ പ്രവർത്തിച്ച ഒരാൾ മാത്രമാണ്. വസ്തുതാപരമായി നോക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ കാലത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ പ്രതിച്ഛായ എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആ പരിശോധനയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ശരി തെറ്റുകളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ബെഹ്റയായാലും അതുപോലെ തന്നെ ജേക്കബ് തോമസ് ആയാലും അത് സർവീസിന്റെ കാലഘട്ടത്തിൽ അവരുടെ മെറ്റിൽ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന കാര്യത്തിൽ തർക്കമില്ലാതിരിക്കുന്നത് കൊണ്ട് സെൻകുമാറിന്റെ വാദമുഖങ്ങൾക്ക് വലിയ വില മലയാളി കൽപ്പിക്കും എന്നിപ്പോൾ പ്രതീക്ഷിക്കുക വയ്യ. ശരി, വളരെയധികം നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി കൂടി ചേരുന്നു. ഫക്രുദ്ദീൻ, തന്റെ നീരസം, തന്റെ സ്ഥാനത്തിൽ നിന്നും മാറ്റുന്നതിലുള്ള നീരസം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് സെൻകുമാർ ചെയ്തിരിക്കുന്നത്. അല്ല, അൺബിക്കമിങ് തന്നെ സ്വയം ഒരു നിയമ ഭാഗമൊന്നല്ലേ നിയമ ഭൂരിപക്ഷം. ഫക്രുദ്ദീന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജീവൻ കുമാറിലേക്ക് തന്നെ തിരികെ പോകുന്നു. ജീവൻ, ഇവിടെ സെൻകുമാർ തന്റെ നീരസം വ്യക്തമാക്കുമ്പോൾ കൂടിയും ലോക്നാഥ് ബെഹ്റയുടെ പേര് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ജേക്കബ് തോമസിന്റെ പൂർവ്വകാല വാർത്തകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഈ ഉന്നത പദവിയിലേക്ക് വരുന്ന രണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വിഷയത്തിൽ കൂടി ഈ നീരസം അദ്ദേഹം കാണിക്കുന്നുണ്ടോ? സുരാജ്, പ്രത്യക്ഷത്തിൽ അദ്ദേഹം അങ്ങനെ പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് നമ്മൾ സസൂക്ഷ്മം വിലയിരുത്തേണ്ടതാണ്. കാരണം സെൻകുമാറിന് സെൻകുമാർ ആവാനും ബെഹ്റയ്ക്ക് ബെഹ്റയാവാനുമേ കഴിയൂ. ഒരുപക്ഷെ
പോസിറ്റീവായും നെഗറ്റീവായും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വാക്കുകളാണവ. സെൻകുമാറിനെ പോലെ ബെഹ്റയ്ക്കാവാൻ കഴിയില്ല എന്നും ഒരുപക്ഷെ ബെഹ്റയെ പോലെ സെൻകുമാറിനാവാൻ കഴിയില്ല എന്നും ധ്വനി വരത്തക്ക രൂപത്തിലുള്ള ഒരു വാക്ക് മാത്രമാണത്. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായ നീരസമുണ്ട് എന്നത് വളരെ സ്പഷ്ടമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ശരി, ഫക്രുദ്ദീൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ, നേരത്തെ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്കാണ് താങ്കൾ വന്നത്. അതായത് നമ്മളെ നിയമനിർമ്മാണ സഭയല്ലേ തീരുമാനിക്കേണ്ടത്. പിന്നെ അതിൽ ഭൂരിപക്ഷം കിട്ടിയ ആള്, ആ ഗവൺമെന്റ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ് തീരുമാനിക്കേണ്ടത് ഏത് അധികാരി എവിടെ ഇരിക്കണം. ഇത് നമുക്ക് അവർക്കാർക്കും തീരുമാനിക്കാനുള്ള അവകാശമില്ല. ആ ജനവിധിയെ മാനിച്ചുകൊണ്ട് ഏത് സ്ഥാനമാണ് കൊടുത്തത് അവിടെ ഇരിക്കുകയാണ് പ്രധാനം. പിന്നെ എന്താണ് പകരം വെക്കാനില്ലാത്ത എന്ന് തോന്നിപ്പിക്കുന്നത് ജേക്കബ് തോമസിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ നല്ല സെൻകുമാറിന്റെ ജാതീയമായ ബാക്ക്ഗ്രൗണ്ട്, അതുകൊണ്ട് അദ്ദേഹം ഉന്നതാതിരിക്കേണ്ട ഒരു ആവശ്യകതയെ പറ്റി ഞാൻ ബോധവാനാണ്. പക്ഷെ അതിൽ ഉപരിയാണ് ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ എന്ന് വെച്ചാല് അവരുടെ പിന്നെ ക്രെഡിബിലിറ്റി നോക്കി പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗവൺമെന്റിന്റെ അധികാരം, അത് ജനങ്ങളാൽ കൊടുക്കപ്പെട്ട അധികാരമാണ്. ആ അധികാരത്തെ മാനിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഓഫീസർമാർ വരുമ്പോൾ അവർക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. അത് അദ്ദേഹം ചെയ്യാതെ അദ്ദേഹം ഒരു ഉടക്കി നിൽക്കുക എന്നുള്ളത് IPS ചട്ടങ്ങൾക്ക് മുന്നിൽ എങ്ങനെയായാലും എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച അവസാന ദിവസം തട്ടിപ്പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു IPS ആസ്പിറന്റ് എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിലും അദ്ദേഹത്തിന് നിലവിലുള്ള നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. ശരി, വളരെയധികം നന്ദി ഫക്രുദ്ദീൻ അലി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. BSNL മൊബൈൽ ഫോണിലേക്ക് വരുന്ന കോളുകൾ സൗജന്യമായി BSNL ലാൻഡ് ലൈനിലേക്ക് തിരിച്ചുവിടാൻ സൗകര്യം ഏർപ്പെടുത്തി. വീടിനുള്ളിൽ റേഞ്ച് കുറഞ്ഞു വരികയും വിളി മുറിയുകയും ശബ്ദം വ്യക്തമല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ലാൻഡ് ഫോണിലൂടെ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനാണ് പദ്ധതിയെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. +2 ഏകജാലക പ്രവേശനത്തിനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 4 വരെ നീട്ടി. ഇസ്ലാമിക് സ്റ്റേറ്റിനെ തുരത്താനുള്ള ഓപ്പറേഷന്റെ ഭാഗമായി ഫലൂജയിൽ ശക്തമായ പോരാട്ടം. ഓപ്പറേഷൻ വിജയകരമായി 2ാം ഘട്ടം പൂർത്തിയാക്കിയെന്ന് ഇറാഖ് സേന അറിയിച്ചു.